നമ്മൾ മാഗി കഴിക്കുകയാണ്. സെറ്റല്ലേ പോവല്ലെന്നാ സോനമാർഗ് എന്നും ബസ് പ്രിയപ്പെട്ടവരെ, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ് നേരെ സോനമർഗിലേക്ക്. खाया कुछ एक्चुअली में भी नहीं, कुछ नहीं खाया अभी. वो फ्रूट्स खाया, उनको बोला मैं थोड़ा पार्सल लेने के लिए, वो अभी दे दूंगा बर्तन में, वहीं से पार्किंग से खाएगा. पार्सल करके थोड़ा उपमा. अब आना मेरी പോട്ടെ. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് സോനമർഗ് दिखा बोला हाँ कहीं नूरा नूरा दिखा बोला नूरा नूरा ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുള്ള സുഖം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാർസലാക്കാൻ പറഞ്ഞു. ആഹാ, നല്ല നിങ്ങൾ കഴിച്ചല്ലേ? खाया कुछ? खाओ, बाद में खाऊंगा, आप खाओ पहले. ബാക്കി രക്കും ठीक है. ഞാൻ ആദ്യം കഴിക്കും, എന്നിട്ട് നമ്മൾ ഡ്രൈവർ കുറച്ച് ബാക്കി വെക്കും. അപ്പോൾ ഇതൊക്കെ ഡാളിലേക്കിൻ്റെ ഭാഗമാട്ടോ. അപ്പോൾ നല്ല ഉപ്പുമാവ്, അടിപൊളി. ഒന്നുമില്ല അവിടെ ഒന്നുമില്ലേ? അതിനത് തിന്നിട്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടെ എനിക്ക് പോവാൻ പോല. എന്നെ രസമല്ല, അത് തരൂല. സോനമർഗ് പോവാണ്. രണ്ട് വാക്ക് സംസാരിച്ചോ? സംസാരിക്കാം. ഞാൻ സോനമർഗ് എക്സൈറ്റഡ് ആണ്, കാണാൻ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ലേ, അതിന് സംസാരിച്ച് കളയണോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, അപ്പോൾ പാർസൽ എടുത്ത് കൊണ്ടുവന്നേരും. അത് കഴിച്ചു, ഇവിടെ വെച്ചു കിട്ടല്ലേ. ഇതാണ് ഗുരുദ്വാരട്ടോ, പഞ്ചാബി, അതായത് സിഖ് മതസ്ഥരുടെ ഗുരുദ്വാരയാണിത്. ഓക്കെ, ശരിക്കും സിഖ് മതസ്ഥരുടെ മെയിൻ സ്ഥലം. ഇപ്പൊ മുസ്ലിംസിന് മക്ക എന്ന് പറയുന്നത് പോലെ സിഖ് മതസ്ഥരുടെ ഏറ്റവും മെയിൻ പോയിന്റ് എവിടെ അറിയോ? മീൻസ് അല്ല, അത് രണ്ടാമത്തതാണ്. ആദ്യത്തേത് പാകിസ്ഥാനിലാണ്. അതായത് ഗുർദാസ്പൂർ കേട്ടിട്ടോ? പാകിസ്ഥാൻ ഇന്ത്യയിൽ, അതായത് ഇന്ത്യക്കാർക്ക് പാകിസ്ഥാനിലേക്ക് പോകാനുള്ള 1-2 ഏരിയകളുണ്ട്. അതായത് പിൽഗ്രിമേജിന്, മതപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക്. അവിടേക്ക് കുറേ ആളുകളുടെ വ്ലോഗുകൾ കണ്ടിട്ടുണ്ടോ? പാസ്പോർട്ട് ഇല്ലാതെ പോവാം. അതിന് കുറച്ച് ഫോർമാലിറ്റികളുണ്ട്, പാരുത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അപ്പുറത്തുള്ളതൊക്കെ ഡാലിലേക്കാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയുണ്ട്. നമ്മൾ പെഹൽഗാമിലേക്ക്, സോനമർഗിലേക്ക് പോയിട്ടുണ്ട്. സോനമർഗ് പോയിട്ട് എത്തിയിട്ട് കാണുന്നുണ്ട്, അവിടെ കണ്ടിട്ട് കാണണ്ടോ, അവിടെ എത്തിയിട്ട് കാണണ്ടോ. നമ്മൾ ഫോണിൻ്റെ അടുത്ത് കാണുന്ന കാഴ്ച മോനെ. ഒരാളാണ് ഇത് നയിക്കുന്നത്, അവൻ്റെ സൗണ്ട്. എത്ര ഇന്നലെ നമ്മള് വീട് കണ്ടില്ലേ ഗുൽമർഗിന്റെ മുകളില്,
ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ വരുന്നു. ഒരു ഫുൾ ബ്ലോക്കാക്കി പോകുന്നതിനിടയിൽ വീണ്ടും കണ്ടു ആടുകളെ. എനർജി പോരല്ലോ. അവിടെ ഓയ് ഓയ് അതിനാണ് എന്നെ വെറുതെ കൊണ്ടുവന്നു. ഫോട്ടോ എടുക്കടാ. ഫുള്ള് പുതിയ ടണൽ കേട്ടോ. പിന്നെ നമ്മൾ നേരെ പുതിയ ടണൽ കാണാൻ പോകുന്നു. ഒക്കെ ഗൈഡുമാര് അത് ഇതൊന്നും വരും കേട്ടോ. ഫോട്ടോഗ്രാഫി അത് ഇത് പറഞ്ഞുണ്ട്. കുछ नहीं करना. അപ്പം നമ്മള് ഇവിടെ അടിപൊളിയായിട്ട് ഇവിടെ ക്ലൈമറ്റ് നല്ല രസമുണ്ട് കേട്ടോ. സോനമാർഗത്തെ ടണലാണെങ്കിൽ എന്താ വീഡിയോ എടുക്കണ്ടേ? എന്താ വേണം? എന്താ കാട്ടണേ? എവിടെ പോ? എന്താ പാട്? സൂപ്പർ. തണുപ്പുണ്ടോ? തണുപ്പുണ്ടോ? കിട്ടിയോ? നിങ്ങളെ പരിപാടി കഴിഞ്ഞിട്ട് അടിയെന്നൊക്കെ നല്ലോണം നല്ല കിട്ടല്ലേ. എടാ വണ്ടിയോ? ലഗേജ് ഒക്കെ വണ്ടിയിലുണ്ടാണ്ട് വണ്ടി പൂട്ടിട്ട് എപ്പോഴും. എവിടെ നമുക്ക് വാങ്ങുന്നില്ല വാങ്ങണ ഇത് കഴിഞ്ഞിട്ടോ? ടണൽ കഴിഞ്ഞിട്ടാ? വാഷ്റൂമൊക്കെ ഇവിടെ തന്നെ യൂസ് ചെയ്ത് പോവാ. കാരണം മേലെ പോയ വൃത്തിയില് കിട്ടിക്കൊള്ളുന്നില്ല. ഒരു ട്രിപ്പിലേ പടച്ചോനെ ഈ ഒരു ടണൽ ഉണ്ടായതുകൊണ്ടല്ലോ ഉപകാരം തരുമോ. നമ്മളൊരു ട്രിപ്പിൽ നമ്മൾ കുറേ ആളുകളെയും കൊണ്ട് മഞ്ഞിൽ കുടുങ്ങി സോനമാർഗിൽ. അന്ന് റോഡൊക്കെ ഇവിടെ ക്ലോസ് ചെയ്യണ്ടേ. ആ റോഡല്ല ഇപ്പോൾ ഉള്ളത്. ഫുള്ള് നല്ല സെറ്റപ്പ് റോഡായിരിക്കണേ. അന്ന് ഇതിലൊക്കെ പോയിട്ടുണ്ടോ? അതിലൊക്കെ ഉണ്ട് കുറേ ആൾക്കാർ പോകുന്നുണ്ടോ? അന്ന് അതിലെ പോയിട്ടുള്ള റോഡ് ചിലപ്പോൾ അവിടെ മുകളിൽ കുടുങ്ങിയിട്ട് എങ്ങനെ. അപ്പോൾ ഇതൊക്കെ റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് കേട്ടോ വീടുകളൊക്കെ.
यहाँ पे एक्सीडेंट होता है, वो देखो पुलिस लगा हुआ है, यहाँ पे एक्सीडेंट होता है, आप उस तरफ जाओ। चलो 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 दादा उस तरफ। ഫോട്ടോസ് ഇട്ടല്ലേ? ഇങ്ങോട്ട് നില, ഇപ്പുറത്തേക്ക് നില, ഈ സൈഡിലേക്ക് നില, ഈ സൈഡിലേക്ക് നില. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, വേറെയും ട്രാവലേഴ്സ് വന്ന്. ചലോ എന്താ കെയറിങ്, പുതിയ ആപ്പിളിന്റെ കെയറിങ് നോക്കി. ഏതാ വണ്ടി ഏതാ വണ്ടി ഏതാ വണ്ടി ഏതാ വണ്ടി ഏതാ വണ്ടി പറഞ്ഞെടുക്കേ. പോവാ. ഫോട്ടോ എടുക്കൽ പുരോഗമിക്കാണ്. അവിടെ എന്താ ആരിസ്ക ഫാമിലി, നെല്ലിക്കുത്ത് ഫാമിലി, ഷൈൻഷാ ഫാമിലി, ഷംസാദ് ഫാമിലി, ഷമീർക്ക ഫാമിലി എല്ലാവരും ഉണ്ട്. നേരെ വൈകുമ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വിളിക്കും. നേരെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും, നേരെ വണ്ടി കയറ്റും, വാങ്ങി ഫോട്ടോ എടുക്കും. അവിടെ അപ്പോ ടണലിൽ കയറിട്ടോ, കേറട്ടെ? അപ്പൊ നേരെ പോവാൻ ടണലിലൂടെ. അപ്പൊ പാട്ട് പാടല്ല, അപ്പളും പറഞ്ഞില്ലേ എല്ലാവർക്കും കാര്യമായിട്ട് പാട്ട് പാടി. കുറച്ച് കഴിഞ്ഞാലേ എല്ലാരും ഒന്ന് കണ്ണടക്കണുണ്ടോ? ഞാനൊരു പറയുമ്പോ ഇവിടെ 6 കിലോമീറ്റർ ഞാൻ പറയുമ്പോ കണ്ണ് തുറക്കാൻ പാടുള്ളൂ. ഇപ്പഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് നല്ല രസമായിരിക്കും. ഓക്കെ, കണ്ണടക്കിട്ടോ, തുറക്കല്ലേ, ടൈറ്റ് ക്ലോസ്. കണ്ണടച്ചോളി. ഓപ്പൺ ആക്കുന്ന ആൾക്കാർക്ക് നഷ്ടമായിരിക്കും. നല്ല നോക്കണ്ട്, കണ്ണടക്ക്, നല്ല അടക്ക്, മുറുക്കി അടച്ചോ, നല്ല മുറുക്കി അടച്ചോ, നോക്കട്ടെ, മുറുക്കി അടച്ചോ. ഈ മെല്ലെ ഞാൻ പറയുമ്പോട്ടോ, ടിക് ടിക് 9 7 5 3 2 1 മെല്ലെ തുറന്നോ. ആ വലത്തെ ഭാഗത്തുണ്ടോ മഞ്ഞുണ്ടോ? ഇന്നലെ മഞ്ഞ് ചെയ്ത് അവിടെ മേലെ സംഭവം പാടിയോ അതോ രസമുണ്ടോ? വ്യൂ ഉണ്ടോ? കാണുത്ര നേരെ ആ ഇത് പോയിക്കോ, പോയി വാ. അതെ, 348 കിലോമീറ്റർ ഉണ്ടോ ലഡാക്ക്. കാർഗിലിക്ക് 123. ആ ഇവിടെ പോയി വരും, ഞാൻ കാളയിലുണ്ടാവും. എല്ലാരും പോയി വരും, ഞാൻ ശ്രീനഗറിൽ നിൽക്കാം. ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ നമ്മൾ എത്താനായി. വീടുകൾ നോക്കി. നമ്മൾ സോനമർഗിലെത്തി. മുകളിലേക്ക് വ്യൂ ചെറിയ രീതിയിൽ വരുന്നു. അപ്പൊ നമ്മൾ സോനമർഗിലെത്തി. ഇനി നമുക്ക് ഇവിടുത്തെ 2 ഓപ്ഷനാണ്. ഒന്ന് നമുക്ക് താജിവാസി ഗ്ലേഷ്യർ, ആ ഒരു മലമുകളിലുണ്ടോ റൈറ്റ് സൈഡില്, ആ മഞ്ഞൊക്കെ വീണ് കിടക്കുന്ന സ്ഥലം, അങ്ങോട്ട് എത്തൂല. പക്ഷെ അതിൽ ഇങ്ങനെ കുതിരമ്മ പോവും, ഒരു ഓപ്ഷന്. രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടുന്ന് ഈ റോഡിലൂടെ വീണ്ടും ഇങ്ങനെ ഒരു ഏകദേശം 30 കിലോമീറ്ററിനടുത്ത് പോകും, താജിവാസി ഗ്ലേഷ്യർ. ഇതാണ് 2 ഓപ്ഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ സോനമർഗിലെത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞാലുള്ള ഈ വില ഡീലിങ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുതിര മാക്സിമം ഒരു 1000 രൂപ.
നിങ്ങൾ പറഞ്ഞ 8-2-0 പോരും. ഇനി അതെ 8-2-0 പോന്നിട്ടില്ല എന്നുണ്ടെങ്കിലേ എന്താ വേണ്ടാന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യാ മുകളിലേക്ക് നടക്കാം. അപ്പൊ കഴിഞ്ഞാൽ പിന്നാലെ വരും. ഓക്കെ നമ്മളെ ആളാണ്. പക്ഷെ ഞാൻ നമ്മളെ രീതി പറയാം. സലാമലൈക്കും. आगे आ गया पता है वो हर वीडियो में है मेरा हर वीडियो में वो है. അപ്പോൾ ഞാൻ പറഞ്ഞ റേറ്റ് ഉണ്ടല്ലോ ഇവിടെ വരുന്ന സമയത്ത് ഒരു 1000, 1500, 2000 ഒക്കെ പറയും. വേണ്ടാന്നാണ് മുതൽക്കായിരിക്കും താനോട് വരും. അതായത് 1000 രൂപ മാക്സിമം കൊടുക്കുക. 700, 800 ഒക്കെ കിട്ടും അത്. അപ്പോൾ ഓഫ് സീസൺ കൂടിയാണ്. കിട്ടുന്ന റേറ്റ് പോലും മേലേക്ക് കയറും. അടിപൊളി വ്യൂ ആണ്. നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞയച്ചു. 900 രൂപക്ക് വരെ പറഞ്ഞിട്ട് വിൽക്ക് വേണ്ട. ഇനി എന്ത് ചെയ്യും? അതായത് ഇവിടുത്തെ ഈ ആൾക്കാരുണ്ടല്ലോ കുതിരക്കാർ ഓല് ഒഴിവാക്കാണ്. ഓല് 700-800 പോരലുണ്ട്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേണ്ടാറാണ് പോവുക. അപ്പോൾ പിന്നാലോട്ട് വരും. ഇവിടുത്തെ ആൾക്കാർ നമ്മളെ ചെക്കന്മാരനെയാണ്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ഒരു പറ്റിക്കൽസാണ്. അതാണ് വിഷയം. എന്തായാലും മേലൊക്കെ പോയോ കുതിരകൾ നോക്കി. നമുക്ക് പോവാനുള്ളതിൻ്റെ മേലേക്കാണ്. നമ്മൾ ആൾക്കാരൊക്കെ നടന്നു പോകണം. കുതിര എടുത്തു. കുതിരക്ക് കുറേ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ അതായത് നമുക്ക് ഡീലിങ്ങിന് ഇവർ ഭയങ്കര ഇതാണ്. അപ്പോൾ 2000, 3000 ഒക്കെ പറഞ്ഞിട്ട് കൊണ്ടു. ഇപ്പം നമ്മൾ 1000 റുപ്യൊക്കെ എടുത്തിട്ടുണ്ട്. 1000 ഒന്നുമല്ല 700, 800 ഒക്കെ കിട്ടുന്ന സാധനം തന്നെയാണ്. പക്ഷെ ഇപ്പം നമുക്ക് അതിൻ്റെ ടൈമില്ല. മറ്റൊന്ന് വെച്ചാൽ കുറേ ആൾക്കാരുണ്ടാകുമ്പോഴേ ഇവർക്ക് പല പല ഓപ്ഷൻസ് ഉണ്ടാവും. വേറെ അവിടുന്ന് റിട്ടേൺ വരുന്ന കുതിരകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിമൊക്കെ നമുക്ക് കയറി പോവാം. ഇതിപ്പോൾ നമുക്ക് പിന്നെ ക്ലൈമറ്റ് മഴൻ്റെ ഒക്കെ ഇതിൽ നിൽക്കണം. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യാം ഇതെടുത്തിട്ട് പോവാണ് കേട്ടോ. ഓക്കെ ജോലിയും ജീവിക്കാൻ പഠിക്കുന്ന ആൾക്കാരില്ല. അപ്പോൾ കുറച്ചൊക്കെ നമ്മളും കണ്ടറിഞ്ഞിങ്ങനെ പോവുക. കാരണം ഇതൊക്കെ ഒരു കൊണ്ടും കൊടുത്തുള്ളൊരു ഇതാണല്ലോ അല്ലേ. ഭയ്യ ആപ്കാ നാം ക്യാ? मेरा नाम दानिश है सर. दानिश ठीक है. हो लगे കിട്ടിലും വ്യൂ കേട്ടോ. നമുക്ക് ഇങ്ങനെ കാണാതെ വീട്ടിലിരുന്നാണ്ട് ഇങ്ങനെ ഫോണിൽ കളിച്ച് നിന്നിട്ട് കാര്യം ഇതൊക്കെ ഒന്ന് കണ്ടുപോയി. യൂട്യൂബ് ചാനലും കാണണം, ഇതും കാണണം. നമ്മളപ്പം വരും വേണം. വേറെ ലെവലട്ടോ മാരകം കിടും. നമ്മളിപ്പോൾ വന്നവരൊക്കെ മേലേക്ക് കയറിപ്പോയി. ഞാൻ ബാക്കിലായി. നമ്മൾ ഒന്ന് രണ്ട് ആൾക്കാരെ മൂപ്പര് നമ്മളെ കൂടെ വന്ന ഒരാൾ മാത്രം മേലേക്ക് കയറിക്കണം. അപ്പോൾ മൂപ്പര് അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മേലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തണുപ്പ് കൂടുന്നുണ്ട്. നല്ല വ്യൂ ഉണ്ടോ. ചുറ്റും മലകൾ. എല്ലാരും ഇട്ട് പോകുന്നില്ല, ഇഞ്ഞിട്ട് പോകുന്നില്ല. വ്യൂ എങ്ങനെയുണ്ട്? അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വിഷ്വൽസ് നമ്മളെ ഇൻസ്റ്റാ 360 എടുത്താണ്ടോ. വേറെ ഞങ്ങൾ കണ്ടത് ഇത്രയും നേരം കണ്ടിരുന്നത് iPhone 16 Pro Max ആണ്. എന്തെങ്കിലും ക്വാളിറ്റിയിൽ മിസ് മാച്ച് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. സംഭവം നോക്കി. ഇതാണ് ഇവിടുത്തെ ആംബിയൻസ്. ഇപ്പോഴത്തെ ഷമീർക്ക സാധനം കയ്യിലുണ്ടോ? നമ്മളെ ആൾക്കാരൊക്കെ മുന്നൂടെ പോയിക്കണ്. നെല്ലിക്കുത്താരേ
മണ്ണാർക്കാട്ടാരേ 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 ഒക്ടോബർ 2-നാണ്. ഒക്ടോബർ 2 അടുത്ത ട്രിപ്പ് കോണ്ടാക്ട് ചെയ്ത് സൗണ്ട് പോയി ഇതൊന്നും കുറേ ആൾക്കാർ സീൻ മനസ്സിലായോ ഞങ്ങൾക്ക്? റുക്കും ഉച്ചറങ്കി ബൈജാൻ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ അല്ലേ, അതിലാര് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ സീൻ ഉണ്ടല്ലോ, അത് ഇവിടുന്ന് ഷൂട്ട് ചെയ്തോ. आपका कितना मिलेगा? कितना सैलरी? 6000 महीने बराबर. कसम से सच बोल. 6000 नहीं सच बोलना. नहीं सच्ची में देख करके बोल, कैमरा में देखो. नाम क्या आपका? दानिश. दानिश. क्या पढ़ाई किया अभी? 8 से बाद ये और पढ़ेंगे ना. पढ़ेगा? नहीं, काम कर रहा हो और पढ़ाई के लिए जाएगा. नहीं बोलो. हाँ 8ാം ക്ലാസ്സിലുള്ള പോയിട്ടോ നീ? കുതിരപ്പണിയാണ്, കുതിരമ്മ ആൾക്കാർ ഇതാക്കുന്ന പരിപാടി. ഇങ്ങനത്തെ ഇവിടുത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെ നല്ല ഫോട്ടോസ് എടുത്തോണ്ട് കൊടുക്കുക നമ്മൾ. നമ്മളെ കൂടെ വന്ന ആൾക്കാരാണ് ആ പോകുന്നത്. അങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ ഗ്ലൗസ്, തണുപ്പില്ല ഡ്രസ്സ്, കാരണം നല്ല തണുപ്പുണ്ട്. ഞാനൊരു ഷർട്ട് ഇട്ടിനി, അപ്പോൾ ഒരു മേലൊരു ഇതിട്ടു. അപ്പോൾ ഡ്രസ്സിങ് സാധനങ്ങളൊക്കെ വ്യക്തമായിട്ട് കയ്യിൽ കരുത്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വെള്ളമൊക്കെ കാര്യങ്ങൾ കയ്യിൽ കരുത് കേട്ടോ. ഒരാളിങ്ങനെ വിറകുണ്ടാക്കണുണ്ടോ? കുറേ ജീവിതങ്ങളാണ് അല്ലേ. ഓവർടേക്ക് ഗ്ലൗസ് ഇട്ട്. കാഴ്ചൻ്റെ ഭംഗി വയ്ക്കില്ലേ. ഇവിടെയൊക്കെ നല്ല സെറ്റപ്പ് പരിപാടികളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സെക്യൂരിറ്റി സേഫ്റ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായത് കൊണ്ടായിരിക്കാം ചെയ്യാത്തതില്ലേ. ചിലപ്പോൾ നമുക്കിത് കണ്ടുപോകും. ചെറിയൊരു കാറ്റുണ്ട് കേട്ടോ. ഇളം തെന്നൽ. ബാക്കിലും പിന്നിലെ കുറേ ആൾക്കാരും പോകുന്നുണ്ട്. കോസ്റ്റ്യൂം ഒന്നും മാറ്റി, തണുപ്പുണ്ട്. നമ്മളിപ്പോൾ എല്ലാ ആൾക്കാരൊക്കെ മറ്റേ വാണം വിട്ടമാര് പോയിക്കണം, ആരും കാണാനില്ല. മേക്കില്ലേ കുട്ടികളെയും കൊണ്ടൊക്കെ വരുമ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചോണ്ടിട്ടോ. ഓക്കെ, നല്ല തണുപ്പുണ്ട്. ഞാൻ അവിടെ എത്തിയിട്ട് വേണം നല്ലൊരു മാഗി കഴിക്കാൻ. ഫുൾ നോക്കി, ഇതാണ് ആംബിയൻസ് ഇപ്പോഴത്തെ. ഇവിടെ ഇരുന്ന് ഇങ്ങനെ മാഗിയൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ എന്തൊരു വൈബാക്കാറല്ലേ. अस्सलाम वालेकुम. आएगा അപ്പോൾ यहाँ ये क्या था पहले? टावर है. उसके बेचारे जो बनाया ना वो सीढ़ी से चढ़ती है, वो यही घर बनाया. ऊपर नहीं जाएगा? यहाँ तक है. നമ്മൾ ആൾക്കാരൊക്കെ ഇവിടെ എത്തി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്.
എങ്ങണ്ട് എങ്ങണ്ട് കാഴ്ച എങ്ങനെയുണ്ട്? വെറുത്തല്ലേ? കിണ്ണം എങ്ങണ്ട്? इधर रुको ना, ऊपर क्या? नहीं, उन लोगों के साथ रुकना. ये हमारा बंदा है. अच्छा, ഞാൻ ഇനി ഇവിടുന്ന് ലാൻഡ് ആവട്ടെ. ठीक है, यहाँ होगा ना अब. ഇവിടെ നമ്പേഴ്സൊക്കെ എന്ത് ചെയ്യാം, ഇവിടെ വാങ്ങി വെക്കുക. ऊपर फिर वापस आने जाएंगे. ठीक है. മേക്കില്ലേ കാഴ്ചകള്? एकदम वेरी चीप. कहाँ से आप? हम तो पंजाब से, 12 महीने इधर ही काम करते हैं. नहीं, मेरे को नहीं चाहिए. हाँ, നമുക്ക് വേറെ സ്ഥലത്ത് പോകാം. വീഡിയോ ഇതല്ല വീണോ? अब बनाना इधर खींचो ना फोटो. അയ്യോ എടുത്താ മതി. अब भाग गए ना आगे, എനിക്ക് തരണം. ये आगे भाग गए ना. കൊളാബി ആടോ. ये आगे भाग गए ना. बंद कर रहा. क्या बोला? मैं कह रहा हूँ आप आगे भाग गए ना, ये तो आपका भी बना लेते. ഞാൻ മുന്നിൽ ഓടിക്കൊണ്ടാണ് അല്ല ഇഞ്ചി കൊടുത്തിരുന്നു. എങ്ങനെയുണ്ട് വ്യൂ? എങ്ങനെയുണ്ട്? വെറുത്തല്ലേ? രസല്ലേ? തണുപ്പുണ്ടോ? മലയുടെ മേലെ കൊടുത്ത് പണി തന്നാലേ. കാര്യത്തിന് എങ്ങനെയുണ്ട്? നൈസല്ലേ? അതേ നമുക്ക് വേണ്ടുള്ളൂ. ഈ മാഗി കുടിക്കാൻ നമ്മൾ ഇങ്ങനൊരു യാത്ര ചെയ്യാനോ വരാനോ പോകുന്നില്ലല്ലോ. റിയലി വൃത്തിയായിട്ടുള്ളൊരു യാത്ര തന്നെയാണ്. നമുക്ക് തുടക്കത്തിൽ പ്രയാസം തോന്നുമെങ്കിലും റിയലി വൃത്തി. അതായത് കുതിരമ്മ ഇരുന്നിട്ടുള്ള പ്രയാസം ഉണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. ഒന്ന് ബാലൻസ് ആവുന്ന തുടക്കത്തിലുള്ള ഒരു ഇതേ ഉള്ളൂ. सर कश्मीर की क्या कवा कितना? साहब के साथ बात करते हैं. कितना? और मैगी भी सर, और अदरक ഞാൻ എത്താൻ വൈകി, അല്ലെങ്കിൽ 30 രൂപ കുറഞ്ഞു. കുഴപ്പമില്ല, आपको क्या सर मैगी? കുഴപ്പമില്ല. ജീവിക്കാൻ വേണ്ടിയില്ലല്ലേ അല്ലേ? രണ്ടു വാക്ക് സംസാരിക്കൂ. സംഗതി അടിപൊളിയായിരുന്നു. കേക്കണ്ടോ? ഇനിയൊന്നും ഇനി മേലെ പോകണ്ട്. ഇനി ഇവിടുന്ന് പോകണ്ടല്ലോ അല്ലേ? കൊയ്യോ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പോട്ടാണത്. ചായ ഫ്രഷ് ആകാൻ ഒന്ന് അല്ലേ? ഇനി മേലേക്ക് അങ്ങനെ പോവാം. സംഗതി അടിപൊളി. അത് ഗ്രീനറി തന്നെ വരണം കേട്ടോ അല്ലേ? നല്ലോണം ഈ ഒരു സംഗതി കിട്ടുക. ഇങ്ങോട്ട് കുറച്ച് താഴേക്ക് എത്തും. ഇതിന്റെ ഐസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വരുമല്ലോ. ഇതന്നെ തണുപ്പ് നമുക്ക് സഹിക്കില്ല. അല്ല, താഴത്തെ ആ ഒരു പറഞ്ഞു താഴത്തെ ആ സ്പോട്ട് വരെ വരുള്ളൂ. ഏറ്റവും താഴെ. പിന്നെ മഞ്ഞ് കഴിയണ സമയത്ത് ഇവിടെ വരും. അതായത് ആ സമയത്ത് കുറച്ച് അവിടെ ഇവിടെ ഉണ്ടാവും. എങ്ങനെയുണ്ട്? കേക്കണ്ടോ? കേക്കണ്ടോ? എങ്ങനെയുണ്ട്? മറ്റാളെ മറ്റേ ഇതിനെ പറഞ്ഞു വെച്ചിക്കണേ. മൂപ്പര് ഇങ്ങോട്ടും നല്ല വരിക. അത് ഇവിടുന്ന് റിട്ടേൺ പോകാനാണ്. മൂപ്പര് വേറെ സ്ഥലത്തേക്ക് പോയിക്കണേ. മൂപ്പര് ലഡാക്ക് റോഡിലാണ് പോയത്. നമ്മളിനി നടക്കും ഒരാളൊറ്റക്ക്. നമ്മളെ മാലിക്കുണ്ട് ഓനെ പറഞ്ഞു. सर मैगी, चाय, कॉफी, कावा, सब्जी वाला मैगी. बोलो कितना? 30 रुपया. मैगी? चाय 30. नहीं, मैगी कितना? मैगी 80 रुपीज, टमाटर प्याज वाली. मैं ट्रैवल वाला हूँ इनके घूमने के लिए. 70. बोलो कुछ. आप क्या बोलेगा सर? आप कुछ खाओ, आप सब ग्रुप का खाओ अपना आदमी को यहाँ पर. इंशाल्लाह वो आएगा. ഓരോരുത്തർ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ പറ്റിക്കുക. मैडम
पीछे डर लगता है। आगे मेरे आप तो हो लेकिन हमको डर लगता है ना। हमारे पर ഇവിടെ 50 റുപ്യക്ക് ഇതിട്ടും കുങ്കുമം അത് വാങ്ങുമ്പോൾ നോക്കാം ഒറിജിനൽ ആവില്ല കേട്ടോ. ആളുകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാഗി കഴിക്കണം മുകളിൽ പോയിട്ട്. കുതിരകളൊക്കെ ഞാൻ 2 ഫോട്ടോ എടുക്കട്ടെ നേക്കിൽ നമ്മളാൾക്കാരെ ഫോട്ടോ അല്ലേ വീഡിയോ എടുക്കുക. കാരണം ഇത് നല്ല വ്യൂ അല്ലേ. ഓരോരുത്തരും ഓരോ ബൈക്ക് അങ്ങനെ പോയിക്കാണ്. മഞ്ചേരിക്കാർ എടുക്കണാണ് അതൊക്കെ നമ്മളാൾക്കാരാണ്. മാഗിക്ക് വേണ്ടിയിട്ടേ കുറച്ചും കൂടി ടിഷ്യൂ വാങ്ങി ടിഷ്യൂ കൊണ്ടുവന്നുകൊണ്ട് മൂക്ക് കൊലിച്ചിട്ടില്ല പക്ഷേ ഒഴിക്കും. മാഗിക്ക് വേണ്ടിയിട്ട് അവിടെ പോയിട്ട് അവിടെ മൂന്നുകൂടി വൈബുണ്ട് മാഗിൻ്റെ കൊണ്ട് ഡേഞ്ചറല്ലേ? ഡേഞ്ചറൊന്നുമില്ല. സെറ്റല്ലേ? വേറെ കാര്യമുണ്ട്, നല്ല വിശപ്പുണ്ട്. ഓരെ എന്താ പാട്? നിങ്ങളെന്താ ചെയ്യണിപ്പോ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാവും അല്ലെ ഈ ഉറക്കത്ത് എണീക്കാവും? എന്താ ചെയ്യണിപ്പോ? എന്തായാലും വീട്ടിലാണെങ്കിൽ നല്ല ഭക്ഷണം കഴിച്ചു കേട്ടോ. മറ്റേ ഇതേപോലെ സ്ഥലത്തുകൾ വരുമ്പോൾ ഇത് നാട്ടിൽ നിന്ന് പോകുന്ന ആഴ്ച പൂജയാവും ഫുഡിന്. നമ്മൾ വന്ന ആൾക്കാരൊക്കെ അങ്ങനെ വരുന്നുണ്ടല്ലേ? അതല്ലേ മാഗി കിട്ടും അവിടെ, നല്ല വിശപ്പുണ്ട്. മാഗി മാഗി 50 റുപ്യല്ലേ? കുടിച്ചു, കുങ്കുമം വാങ്ങി, നാളെ കുടിച്ചു. കുങ്കുമം തിക്കാവും? അതേ ഒറിജിനൽ കേട്ടോ, വാങ്ങരുത്. കടയിൽ പോയി വാങ്ങാം, അപ്പോൾ ഒതൻറ്റിക്കായി കിട്ടും. 50 റുപ്യക്ക് ആരോ 1 ഗ്രാം കുങ്കുമം. നിങ്ങൾ ആലോചിച്ച് നോക്കി, 50 റുപ്യക്ക് 1 ഗ്രാം കുങ്കുമം കിട്ടുന്നല്ല. എന്താ കുങ്കുമം ഉണ്ടാക്കണം പൊട്ടന്മാരോ? നല്ല വിശപ്പുണ്ട് സുഹൃത്തുക്കളെ, പൈച്ചുണ്ട്. ഞാൻ ഇപ്പോൾ വരാം, ഫോട്ടോ എടുക്കട്ടെ. ആദ്യം ഭക്ഷണം കഴിക്കട്ടെ, എന്നിട്ട് വരും. ലിപ് ബാം, മഫ്ലർ, ജാക്കറ്റ്, കൂളിംഗ് ഗ്ലാസ്. മാഗിയാ? മാഗി इधर दे दो. पानी पानी के पास पैसा ज़्यादा होगा? नहीं सर. कितना मैगी? कितना मैगी सर? मसाला मैगी है, प्लेन मैगी? प्लेन मैगी कितना? 10 से. कितना प्लेन मैगी का कितना? अरे यार मुझे पता है, हमें हमेशा यहाँ पर हैं ये काम करने के लिए. मेरा काम है आदमी को घुमाने के लिए. ये कितना लगेगा मैगी को? मैगी को कितना बनाना? एक 2 मैगी को कितना लगेगा? 2 मैगी का आपको लगेगा सारा प्लेन 160 को 2 दे दो जल्दी. 140 को 2 दे दो. 140 को 2 मैगी जल्दी, डबल बनाओ.
ചെക്കന്മാർ മാഗി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. नाम क्या आपका? मेरा नाम मेहरान. मेहरान देखो समझा दो बोलो बोलो यार. हाँ आप कहाँ से? केरला. വേറെ കയ്യങ്ങ് പോയിക്കണോ എടുത്തിട്ട്? ആ മാഗി എന്താ? പ്ലെയിൻ പ്ലെയിൻ. റേഞ്ച് ഉണ്ടാവില്ല. എന്താ പാട്? കിണ്ണം പറയൂ. എങ്ങണ്ട് ട്രിപ്പ്? എങ്ങണ്ട് ട്രിപ്പ്? എങ്ങനെയുണ്ട് ട്രിപ്പ്? ട്രിപ്പ് സെറ്റാ? ഷെയ്ജാ അല്ല എന്താണ് ഇതൊന്ന് തോളാൻ എനിക്ക് ഇതിന്റെ വിഷയം അന്വേഷിക്കുന്ന കണ്ടിട്ടില്ലല്ലോ. ഒക്കെ ഉണ്ട് അതിടും. ഞാൻ എന്നാലേ ഷെയ്ൻഷാലത്ത് കൊടുക്കട്ടോ. അല്ല അത് അങ്ങനല്ല, 360 എടുത്തോ പോയി കണ്ട്. ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. അപ്പം നമ്മൾ മാഗി കഴിക്കുകയാണ്. കഴിച്ചോളി കഴിച്ചോളി. എന്നാ മഞ്ഞില്ലേ നമ്മൾ പോവാ. മഞ്ഞുള്ള ബാച്ചോ? ഇനി വരുന്നുണ്ട് നിങ്ങൾ? ഇനി മഞ്ഞുള്ളത് ഡിസംബറിലൊക്കെയാണ്. വാ വാ വാ. നമ്മൾ 2 മാഗി. അപ്പം നിങ്ങൾ വിചാരിക്കും ആരോ വരാണ്ട്. 2 എനിക്ക് തന്നെയാണ്. വേണോ? തോളി എന്തായാലും വെള്ളമുണ്ട് അവിടെ. ഒഴിഞ്ഞ പറമ്പുണ്ട്. ലൂസ് മോഷൻ അടിച്ചാലേ നാട്ടിൽ വരില്ലേ? ചെലപ്പോ നാട്ടിൽ ഹൈദരാബാദിൽ പരിപാടി എന്ത് റിട്ടേൺ ഫ്ലൈറ്റ് എടുത്തോ? റിട്ടേൺ ഫ്ലൈറ്റ് എടുത്തോ? നമ്മൾ വേറെ 2 ആൾക്കാർ വരുന്നാക്കണേ. കുഴപ്പമില്ല, ഓർഡർ എടുത്തോളി. എന്താ തിന്നോ? കുറച്ചെടുത്താൽ മതിയോ? നാട്ടിൽ നിന്നിട്ടില്ല ഒന്ന് പുറത്തേക്ക് തണുപ്പിച്ചോട്ടെ. ഇല്ലല്ലോ തണുത്തുള്ളൂ. കുഴപ്പമില്ല. അല്ല ഞങ്ങൾ വോയിസോടെ ഈ മാഗിൻ്റെ വെള്ളം ഉണ്ടല്ലോ ഇങ്ങനെ ഇത് കൊതി വിടില്ല കേട്ടോ. കൊതി പിടിക്കണുണ്ട്. ടിഷ്യൂ ഉണ്ടോ? ടിഷ്യൂ ഉണ്ടോ? റൈസ് പിന്നെ വൈദ്യര് പിന്നെ കുറെ ആൾക്കാരാണ്. കാശ്മീർ ഡ്രസ് എടുത്താണ് മൂക്കൂത്തി ഏതാ ചി? ഓള് മൂക്കൂത്തിയാണല്ലോ. ഇത് എന്നിട്ടോ മാഗി മാഗി എന്നിട്ട് കാണാം. അപ്പം ഇനി നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞു. നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് തപ്പി പിടിക്കട്ടെ. ഇനി പോലെ കുറച്ച് ഫോട്ടോസ് എടുത്തൊടുക്കാണ്ട് പോലെ അതിനാണ് വരുന്നത് എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. എൻ്റെ മക്കളെ നോക്കി.
അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു മൈക്ക് വന്നിട്ടുണ്ട്, നല്ലൊരു സൗണ്ടിൽ കിട്ടിയിട്ടുണ്ടാവും. അത് മൈക്ക് കണക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലാണ്. അപ്പോൾ ഫോണിൽ ചാർജ് ഇട്ടേക്കാണ്. പവർ ബാങ്കിൽ വേണേ ബാഗിലാണ്. പിന്നെ നമ്മൾ നേരെ ഇവിടെ നിന്ന് പോവുകയാണ്. ഓക്കെ, ഇവിടെ വരുമ്പോൾ ഇതേപോലത്തെ ആൾക്കാരൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളെ കൂടെ വരുന്ന ആൾക്കാർ നമ്മളെ വീഡിയോ എടുക്കും. അല്ലാതെ നിങ്ങൾ ഇവിടെ വേറെ ഒറ്റക്ക് വരികയാണെങ്കിൽ ഇതേപോലത്തെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരു 100 രൂപ 150 രൂപ 150 150 രൂപയ്ക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തരും. ഇത് നമ്മളെ ഇന്ന് പരിചയപ്പെട്ടതാണ്. ബോലോ സംജോ മുർത്തുസയുടെ ഇവിടെ ഉണ്ടാവും. ഗിംബൽ ഓസ്മോ കോൺസാ ओस्मो 4 അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവനെ കാണുകയാണെങ്കിൽ ഫോട്ടോ എടുക്കുക. 150 രൂപ. अगर मेरा शहर एक किसी दिखाएगा उसको 100 रुपये में देना. ठीक है? हाँ ओके ठीक है ना. പോട്ടെ പോട്ടെ ആ പോട്ടെ പോട്ടെ പോട്ടെ. പിന്നെ നമ്മൾ നേരെ വണ്ടിക്ക് നടക്കണ്ടോ. आप हमारा कोड़ा वाला है ना? नाम क्या आपका? नासिर. അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിനോട് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ നമ്മൾ റൂമിലേക്കല്ല വണ്ടിയിലേക്ക് പോകാം. ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് ഇവിടെ. ഷൂട്ടിങ് नज़ीर आपका नाम क्या था? दानिश. दानिश. ഇതാണ് നമ്മളെ കൊണ്ടുവന്ന ആള്, നമ്മളെ കുതിരക്കാരൻ. അവിടെ പോവാ. അപ്പം നമ്മൾ കുതിരമ്മ തിരിച്ചിറങ്ങാം കേട്ടോ. ഇവിടുത്തെ ആളുകൾ താമസിക്കുന്ന വീടുകൾ നോക്കി, അതായത് ഹട്ടുകൾ ഉണ്ടാക്കിയിട്ട് കുതിരക്കാരൊക്കെ. ഷെഫേഴ്സിൻ്റെ വീടാട്ടത്, ആട്ടിടന്മാരുടെ ആടുകൾ നോക്കി. കുതിരപ്പുറത്തായതുകൊണ്ട് വീഡിയോ അങ്ങനെ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങി ഇവിടുന്ന് പോവാണ്. അതങ്ങനത്തെ ആൾക്കാർ ജീവിക്കുന്ന ചില उसको क्या बोलते हैं? किसको? बेकारी लोग नहीं, बंचारी लोग. അങ്ങനെ നമ്മൾ സോനമർഗിനോട് ഇവിടെ പറഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. ഭംഗിയോ റൂമിലോട്ട് പോകാം. അവിടെ അങ്ങനെ നമ്മള് സോനമർഗിന്ന് പോന്നു. ഇനി ചായ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി ഇങ്ങനെ കയറിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നേരെ റൂമിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്തോ. പ്രിയപ്പെട്ടവരെ, കശ്മീരിലേക്ക് വരാനുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ടൈം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്താണ്. നമ്മളിവിടെ ഉണ്ട് കശ്മീരിൽ. നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെയാണിത്. ഓക്കെ, ഫോർസ അർബാനിയ അല്ലെങ്കിൽ ടെമ്പോ ട്രാവലർ ഒക്കെ ഉണ്ടാവും. നമ്മൾ കശ്മീരിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇപ്പോൾ കയറി പോകുന്നോടി നമ്മളിവിടെ ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ സോനമർഗ് നിങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു, അതായത് നമ്മൾ റോഡ് ട്രിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു റൂട്ടാണ് കശ്മീരിലൂടെയുള്ള റൂട്ട്. അതായത് കശ്മീരിൽ പ്രത്യേകിച്ച് സോനമർഗിൽ നമ്മൾ ശ്രീനഗറിൽ നിന്ന് സോനമർഗിലേക്ക് വരുന്ന ഈ റൂട്ട് ഇടാം. നമ്മളെ വണ്ടി കൊണ്ട് നമ്മളിങ്ങനെ പുറത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം നൈസ് ആംബിയൻസ് ആണ്.